നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. നിങ്ങളുടെ സ്നേഹം മാത്രമാണ് യഥാർത്ഥമെന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു. അതെ, നിങ്ങളുടെ സ്നേഹത്തെ ഈ വ്യക്തി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ വ്യക്തി എത്രമാത്രം പ്രാധാന്യം നിങ്ങൾക്കും നിങ്ങളുടെ സ്നേഹത്തിനും നൽകുന്നുണ്ട്? ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യാനായി പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ നല്ല രീതിയിൽ വിചാരിച്ചുകൊണ്ട് വായന നന്നായി കാണുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എപ്പോഴും ഒരു മാറ്റത്തിന് വിധേയമാകുന്ന രീതിയിലുള്ള ഒരു ഊർജമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ വ്യക്തി ഏതൊക്കെ സാഹചര്യത്തിൽ തകർന്നടിഞ്ഞു നിൽക്കുകയാണോ ആ ഒരു സാഹചര്യത്തിൽ നിന്നും പുറത്തേക്ക് കടക്കണമെന്നും പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റത്തിലേക്ക് വരണമെന്നും ഉയർത്തെഴുന്നേൽക്കണമെന്നും ഉള്ളൊരു ബോധം അല്ലെങ്കിൽ അത്തരം ഒരു ചിന്ത ഈ വ്യക്തിക്ക് വരുന്നത് നിങ്ങളിലൂടെ മാത്രമാണ്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമാണ്. അതൊരു എക്സസൈസ് ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ, ഒരു വ്യായാമം, സ്വന്തമായി ചെയ്യേണ്ട കാര്യങ്ങൾ, ജോലിയാകാം, പഠിത്തമാകാം, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളാകാം, ചെയ്യുന്ന ബിസിനസ്സോ കാര്യങ്ങളോ ആകാം, എന്നിങ്ങനെയുള്ള എന്തൊക്കെ കാര്യങ്ങളാണെങ്കിൽ പോലും സ്വന്തമായി തന്നെ വളരെ ആർജവത്തോടു കൂടി ചെയ്യണമെന്നും മുന്നോട്ട് വിജയകരമായി തന്നെ പോകണമെന്നും ഈ വ്യക്തിക്ക് ആഗ്രഹമുണ്ട്. അതെപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമാണ് അത്തരമൊരു വിജയകരമായിട്ടുള്ള മനസ്സിലേക്ക് രൂപപ്പെടുന്നത്. ഈ വിജയം എപ്പോഴും കൂടെ ഉണ്ടാകണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സാന്നിധ്യം കൂടി ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായും അതൊരു പോസിറ്റീവായിട്ടുള്ള മാറ്റത്തിന് വിധേയമാകുമെന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു. ഒരുപക്ഷെ വാശിയേറി പഠിച്ചുകൊണ്ടോ ജോലി ചെയ്തതുകൊണ്ടോ ഒക്കെ ആയിരിക്കണം ഈ വ്യക്തി ഇപ്പോൾ ജീവിതത്തിൽ പല കാര്യങ്ങളിലും വിജയിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ വിജയിച്ചു നിൽക്കാൻ പറ്റിയ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് നിങ്ങൾ കാരണം മാത്രമാണ് എന്നുള്ള സത്യമാണ് ഈ വ്യക്തി നിങ്ങളിലൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ പലപ്പോഴും താൻ പാതി ദൈവം പാതി എന്ന് പറയുമ്പോഴും ദൈവത്തോട് നിങ്ങൾ തന്നെയാണ് ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഈ വ്യക്തിക്ക് വേണ്ടി പലപ്പോഴും പ്രയത്നിക്കുന്നത് പോലും നിങ്ങൾ തന്നെയാണ്. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റത്തെ കാണുവാൻ സാധിക്കുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ള മാറ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് രണ്ടു പേർക്കും സന്തോഷം നൽകുന്ന രീതിയിലുള്ള ഒരുപാട് പോസിറ്റീവായ മാറ്റങ്ങളാണ് ഈ പ്രണയബന്ധത്തിലേക്ക് സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ആത്മീയപരമായിട്ടുള്ള ഉണർവും ഭൗതികപരമായിട്ടുള്ള മാറ്റവുമാണ് ഈ വ്യക്തിയെ തേടി വരാൻ പോകുന്നത്. ഇത് നിങ്ങൾ ആഗ്രഹിച്ചതും ഏറെ കാലമായി പ്രാർത്ഥിക്കുന്നതുമായിട്ടുള്ള ഒരു മാറ്റം തന്നെയായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നിന്നിട്ടുള്ളത് നിങ്ങൾ രണ്ടുപേരും മാത്രമാണ്, നിങ്ങളും ഈ വ്യക്തിയും. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ അനേകർ വന്ന് കടന്നു പോയിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ ഒന്നും അത്രയും പോലും ഏഴയലത്ത് വെക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ കുറച്ച് ദൂരത്തേക്കെങ്കിലും നല്ല രീതിയിൽ പ്രതിഷ്ഠിപ്പിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയും ഈ പേഴ്സന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുകയാണ് ഈ വ്യക്തി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുമായി എന്തൊക്കെയോ കാര്യങ്ങളിൽ ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് അത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതെന്താണെന്നുള്ളത് നിങ്ങളോട് നേരിട്ട് പറഞ്ഞ് ചർച്ച ചെയ്ത് സന്തോഷിക്കാനാണ് ഈ വ്യക്തി താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തു തന്നെയായാലും ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും നിങ്ങളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സന്ദേശം തേടി വരാൻ പോകുന്നതായി കാണിക്കുന്നു. ഇവിടെ സാമ്പത്തികപരമായിട്ടുള്ള ഉന്നതിയും ആരോഗ്യപരമായിട്ടുള്ള മെച്ചപ്പെടലും നല്ല രീതിയിലുള്ള ഒരു സന്തോഷ വാർത്തയുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ താഴ്മയോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. ഈ പ്രണയബന്ധത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ക്ഷമയാണെന്നും എന്തിനേയും അംഗീകരിക്കാനുള്ള മനസ്സാണെന്നുമാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്.
ഇവിടെ നിങ്ങൾ എടുത്തു ചാടുകയോ ധൃതി പിടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെക്കുകയാണ് വേണ്ടത്. ഇതൊരു പ്രോസസ്സിംഗ് അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പല കാര്യങ്ങൾ ഇനിയും കലങ്ങി തെളിയേണ്ടതായിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ ഇനിയും ഈ പ്രണയബന്ധത്തിൽ സംഭവിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ തീർത്തും ഒരു കണ്ടുപിടുത്തമാണ് ഈ പ്രണയബന്ധത്തിലൂടെ നിങ്ങളെ കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തെടുക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ ഈ വ്യക്തി പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് തുറന്നു പറയുന്നില്ലായിരിക്കാം. ഒരുപാട് കാര്യങ്ങൾ മറച്ചു പിടിക്കുന്നും ഉണ്ടാകാം. അത് തേർഡ് പാർട്ടി അവസ്ഥകൾ ഒക്കെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെയൊക്കെ പെരുമാറുന്നത്. അല്ലാത്ത പക്ഷം വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഈ വ്യക്തി 100% സത്യസന്ധതയോടുകൂടി നിങ്ങളുമൊത്ത് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഏത് വിധേനയും നിങ്ങളെ സ്വന്തമാക്കുക എന്നുള്ള ചിന്താഗതിയും ആഗ്രഹവും മാത്രമാണ് ഈ വ്യക്തിയുടെ മനസ്സിലുള്ളത്. ഒരുപക്ഷെ നിങ്ങൾ കളിക്കൂട്ടുകാരായിരിക്കാം. ബാല്യകാലം മുതൽ തൊട്ട് തന്നെ ഒരുമിച്ച് നല്ല രീതിയിൽ തന്നെ കളിച്ചു വളർന്ന വ്യക്തികളായിരിക്കാം. അല്ലെങ്കിൽ മുറച്ചെറുക്കനോ മുറപ്പെണ്ണോ അങ്ങനെയുള്ള ഊർജവും ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ യാദൃശികമായി വളരെ പെട്ടെന്ന് തന്നെ ഒരു മുന്നറിയിപ്പുമില്ലാതെ പുതിയ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയതും ആയിരിക്കാം. അത് സോഷ്യൽ മീഡിയ വഴിയിലൂടെ ആകാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ എങ്കിൽ പോലും ആദ്യം ചെറിയ രീതിയിൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു സൗഹൃദത്തോടു കൂടി ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കയറി. പക്ഷെ അപ്പോഴൊന്നും നിങ്ങൾ വിചാരിച്ചിരുന്നില്ല ഈ വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മുഖ്യമായ കഥാപാത്രമായി മാറുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ എല്ലാം തന്നെ ഈ വ്യക്തിക്ക് നേരിട്ട് കാണാതെയും സംസാരിക്കാതെയും വായിച്ചെടുക്കാനായി പറ്റും. അത്രമാത്രം നിങ്ങൾ ഇരുവരും അടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് അത്രമേൽ ഉയർന്ന ഗതിയിലുള്ള ഒരു ഊർജത്തെ തന്നെയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ സ്നേഹം മാത്രമാണ് യാഥാർത്ഥ്യമെന്ന് ഈ വ്യക്തി മനസ്സിലാക്കുവാൻ കാരണം പ്രപഞ്ചം തന്നെ ഇവിടെ പലതരത്തിലുള്ള അടയാളങ്ങൾ ഈ വ്യക്തിക്ക് മുന്നിൽ സൃഷ്ടിക്കപ്പെടുത്തുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ മൈലിനെയാണ് ഈ വ്യക്തി കൂടുതൽ കാണുന്നത്. ഒരുപക്ഷെ നിങ്ങളും കാണുന്നുണ്ടാകാം. അതുമാത്രമല്ല, നിങ്ങൾ എല്ലാത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ടുള്ള പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ടാകാം. അത് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് ഫലപ്രാപ്തി ലഭിക്കാൻ പോകുന്ന സാഹചര്യവും കൂടിയായിട്ട് കാണിക്കുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾ തിരിച്ചറിയേണ്ടത് നിങ്ങളുടെ ആത്മാവിനെ തന്നെയാണ്. നിങ്ങളുടെ ആത്മാവ് ഒരിക്കലും സന്തോഷമാവില്ല ഈ വ്യക്തിയെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ. ഈ വ്യക്തിയുടെ സോള് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. അത് തന്നെയാണ് ഈ ബന്ധത്തിന്റെ അടിസ്ഥാനം. ഇത് പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കാതെ പ്രവർത്തിച്ച് എടുത്തു ചാടി ഈ വ്യക്തിയുമായി അകലാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഈ വ്യക്തിയും അങ്ങനെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അതൊരു മണ്ടത്തരമാണെന്നും നിങ്ങളുടെ രണ്ടുപേരുടെയും സോളിന് കണക്റ്റഡ് ആയിട്ടിരിക്കാനാണ് ആഗ്രഹമെന്നുമാണ് പ്രപഞ്ചം നിങ്ങളോട് അറിയിക്കാൻ ശ്രമിക്കുന്നത്. പലപ്പോഴും നിങ്ങളുടെ ഇഷ്ട ദൈവത്തെയോ ഏതെങ്കിലും ഒരു ഗുരുവിനെയോ നല്ല രീതിയിൽ ഭജിക്കുന്ന പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് പോലും ഈ വ്യക്തിയിലേക്ക് മാറിപ്പോകുന്നുണ്ടാകാം. അതായത് കൃത്യമായ ഒരു കാര്യം ചെയ്യുമ്പോൾ പോലും അതിൽ 100% കോൺസെൻട്രേഷൻ കൊടുത്തുകൊണ്ട് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ലായിരിക്കാം. അതുകൊണ്ട് ഉറപ്പായും നിങ്ങളുടെ മനസ്സും ശരീരവും ഈ വ്യക്തിയിൽ തന്നെ സ്തംഭിച്ചു നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഈ വ്യക്തിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ് എന്നുള്ള സത്യമാണ് ഇതിലൂടെ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പല സാഹചര്യത്തിലും ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വളരെയധികം സാഹസത്തോടു കൂടി കയറുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല. എപ്പോഴാണോ സ്വസ്ഥമായിട്ടുള്ള രീതിയിൽ ഈ വ്യക്തി നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാകുന്നത്, ഈ വ്യക്തി എപ്പോഴാണോ നിങ്ങളെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നത്, അപ്പോൾ വരാനാണ് നിങ്ങളും തീരുമാനിച്ചിരിക്കുന്നത്. ഇതേ മനോഭാവത്തിൽ തന്നെയാണ് ഈ പേഴ്സണും പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ വ്യക്തിയുടെ ജീവിതത്തിലും ഏതാനും ചില പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് കൊണ്ട് തന്നെ അത്തരം പ്രശ്നപരമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ഈ വ്യക്തിയും താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാനാണ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പ്രയത്നം പലപ്പോഴും പല സാഹചര്യത്തിലും വിജയം കൈവരിച്ചു കഴിഞ്ഞു എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങളുടെ പ്രണയത്തിന്റെ ഊർജം വളരെ പതുക്കെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ പോലും വളരെയധികം കുതിര ശക്തിയോടുകൂടി ജ്വലിച്ച് ഓടുന്ന ഒരു സമയമുണ്ടാകും. ആ സമയത്ത് നിങ്ങൾ എല്ലാ ദൈവങ്ങളോടും പ്രപഞ്ച ശക്തിയോടും നന്ദി പറയുകയാണ് വേണ്ടത്.
ആ ഒരു അവസരത്തിനായി നിങ്ങൾ കാത്തിരിക്കുക, പ്രാർത്ഥനയോടെ ഇരിക്കുക. അത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കട്ടെ, സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതുപോലെ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.